Thank you. പ്രകാശന ചടങ്ങിൽ പങ്കുചേരാനെത്തിയ നിങ്ങളെല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളു. സെക്കന്ദരാബാദ്, ഹൈദരാബാദ് ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഈ നഗരങ്ങളിൽ ഒരേ ഒരു സാഹിത്യ കൂട്ടായ്മയുള്ളൂ, അത് ആ ഗ്രൂപ്പാണ്. അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ കയ്യൊപ്പ് എന്നുള്ള ഓൺലൈൻ മാസികയിൽ ഞാൻ കഴിഞ്ഞ 3-4 വർഷമായി ഹൈദരാബാദ് എൻ്റെ ഓർമ്മകളിലൂടെ എന്നൊരു ലേഖന പരമ്പര എഴുതി വരികയാണ്. ആ ലേഖനങ്ങൾ വായിച്ച് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്, അത് എന്തുകൊണ്ടൊരു പുസ്തകമാക്കിക്കൂടാ. അങ്ങനെ ചില സുഹൃത്തുക്കളുടെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 60-61 വർഷമായി ഞാൻ ഹൈദരാബാദിൽ ജീവിക്കുന്നു. ഞാനിവിടെ വന്ന കാലം തൊട്ട് ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് വരെ കലാ സാംസ്കാരിക രംഗത്ത് ഒരു തരത്തിൽ സജീവമായിട്ട് തന്നെയാണ് വന്നിരുന്നത്. ഈ കാലയളവിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം ആ ഓർമ്മകളെല്ലാം എവിടെയെങ്കിലും രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ പതിപ്പിക്കണം എന്നുള്ള ഒരു ആശയം കൂടിയുണ്ട് ഈ പുസ്തകത്തിന്റെ പുറകിൽ. അങ്ങനെ ഞാൻ ഇത് എഴുതി തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു, ഹൈദരാബാദ് വന്നതിന് ശേഷമുള്ള 60 വർഷത്തിന് മുമ്പിലുള്ള 22 വർഷം, അതിന് ചില ബാല്യകാല സ്മരണകളും ചില ഓർമ്മകളും എൻ്റെ മാതാപിതാക്കളെ കുറിച്ചും ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ആ പുസ്തകത്തിൽ എഴുതിക്കൂടായി. അങ്ങനെ അതും കൂടെ ചേർത്തിയതാണ് ഈ പുസ്തകം ഹൈദരാബാദ് എൻ്റെ ഭാഗ്യനഗരം. ഹൈദരാബാദിൻ്റെ ഒരു പുരാതനമായ പേരാണ് ഭാഗ്യനഗർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആശയമുണ്ട്. പിന്നെ ഈ ഹൈദരാബാദ് നഗരം എനിക്ക് ഒരുപാട് ഭാഗ്യം, എൻ്റെ കുട്ടിക്കാലത്തെ ബാല്യകാല സ്മരണകളും ഇതിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങളെല്ലാവരും വായിച്ച് അതിൻ്റെ അഭിപ്രായം തുറന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില പാകപ്പിഴകളൊക്കെ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ. അതിലൊരു കാര്യം, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ ഹൈദരാബാദ് മലയാളികൾ എഴുതിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഹൈദരാബാദിലെ പഴയ മലയാളികളെ കുറിച്ചാണ്. പക്ഷെ അത് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ വെറും ഹൈദരാബാദ് മലയാളികളായി. അപ്പോൾ ഈ പാകപ്പിഴവുകൾ സദയം ക്ഷമിച്ച് ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നന്ദി, നന്ദി, നന്ദി.
എന്നെ സ്നേഹപൂർവം നിർബന്ധിച്ച രാമകൃഷ്ണന്റെ അഭ്യർത്ഥന തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ പുസ്തകത്തിന്റെ ആദ്യ വായനക്കാരൻ എന്ന ബഹുമതി എനിക്കാണ്. പുസ്തക രൂപത്തിലാവുന്നതിന് മുമ്പ് PDF ആയിട്ട് എനിക്ക് അയച്ചു തന്നു വായിക്കാൻ, അഭിപ്രായത്തിന് വേണ്ടി. അപ്പോ അതിനെ തുടർന്ന് ആ പുസ്തകത്തിനൊരു അവതാരിക എഴുതുകയും ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന പുസ്തകത്തില് എന്റെ ഒരു അവതാരിക കൂടി. അപ്പോ സ്വാഭാവികമായും പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിക്കാൻ യോഗ്യതയുള്ള ആള് എന്ന നിലയ്ക്കായിരിക്കണം എന്നെ ഇതിന് നിർദ്ദേശിച്ചത്. പക്ഷേ വാസ്തവത്തിൽ പുസ്തകത്തെ പരിചയപ്പെടുത്ത ഒരാളോളം വിജയകൃഷ്ണൻ തന്നെ ചെയ്തു കഴിഞ്ഞു. പുസ്തകം എന്തിനെ കുറിച്ചാണെന്നും എങ്ങനെയാണെന്നും ഉള്ളൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഹൈദരാബാദ് എന്റെ ഭാഗ്യനഗരം എന്ന തലവാചകത്തിൽ നിന്ന് തന്നെ അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കും എന്ന് ഏറെക്കുറെ ഊഹിക്കാവുന്നതുമാണ്. എന്നിരിക്കെ എന്റെ കർത്തവ്യം എന്താണ് എന്നതാണ് എന്റെ മുമ്പിലുള്ള ചോദ്യം. ഹൈദരാബാദിന്റെ കഥയാണ്. കാരണം ഹൈദരാബാദ് പറഞ്ഞ മഹാനഗരങ്ങളെ പല നഗരങ്ങളിലെ പേര് ശീർഷകമായി വരുന്ന പുസ്തകങ്ങള് ഉണ്ട്. മനസ്സിൽ വരുന്നത് വാസ്തവത്തിൽ ഹൈദരാബാദിന്റെ മാത്രം കഥയല്ല. ഹൈദരാബാദും സെക്കന്ദരാബാദും ഇരട്ട നഗരങ്ങളായിട്ടാണ് നിലനിന്ന് പോകുന്നത്. ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കന്ദരാബാദ് അർത്ഥം വിചാരിക്കും. സെക്കന്ദരാബാദ് പറഞ്ഞാൽ ഹൈദരാബാദ് ഏറിയും ഇറങ്ങി കിടക്കുന്ന രണ്ട് ഇരട്ട നഗരങ്ങളാണ്. അത് പറയുമ്പോ നമ്മുടെ മനസ്സില് എനിക്ക് ഓർമ്മ വന്ന ഇംഗ്ലീഷ് സാഹിത്യത്തില് വിഖ്യാത നോവലിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഡിക്കൻസിന്റെ അറിയപ്പെടുന്ന പുസ്തകമുണ്ട്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നാണ് 18ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ളൊരു പുസ്തകമാണോ ഇത്? അല്ല. കാരണം നമുക്കറിയാം ചാൾസ് ഡിക്കൻസ് ഒരു സർഗധനനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ക്രിയേറ്റീവ് റൈറ്ററാണ്. ഇതൊരു ഫിക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ് വാസ്തവത്തിൽ. ഇതങ്ങനെയല്ല. ഇത് ഫിക്ഷൻ അല്ല, ഇത് അനുഭവമാണ്. സ്വാനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കലാശ്രീ രാമകൃഷ്ണൻ ഇതിലെ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നത് സുവ്യക്തം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പെണ്ണുകാണൽ കഴിഞ്ഞ ഈ ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള വണ്ടിയിൽ തന്നെ വെളിയേലിക്ക് മടങ്ങുമ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഓണം കഴിഞ്ഞ് ഞാൻ സെക്കന്ദരാബാദിലേക്ക് തിരികെ എത്തി. അതിന്റെ ഇടയിൽ അയ്യത്തിയുടെ പെണ്ണുകാണൽ ചടങ്ങും കഴിഞ്ഞ് അച്ഛന് ഗ്രീൻ സിഗ്നൽ കിട്ടിയിരുന്നു. ഏതാണ്ട് ഒക്ടോബർ മാസം ഒടുവിൽ അച്ഛന്റെ എഴുത്ത് വന്നു. കല്യാണം വരുന്ന ജാനുവരി 24-ന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കഴിക്കാൻ നിശ്ചയിച്ചു എന്ന് കാണിച്ചുകൊണ്ട്. പിന്നീട് ഇത് വയസ്സിന് രസമുള്ളതാണ്. പിന്നീട് എനിക്ക് ഇരിപ്പറയ്ക്കാത്ത സ്ഥിതിയായി. ഒരു വീട് സെറ്റാക്കണം. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കണം. ഭാഗ്യത്തിന് ഞാൻ താമസിച്ചിരുന്ന റെയിൽവേ കോളനിയിൽ തന്നെ എനിക്ക് വീട് കിട്ടി. ഒരുവിധം അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒപ്പിച്ചു. ഇങ്ങനെ പോകുന്നുണ്ട്. വഹിച്ചത് വെള്ളിനേരി എന്ന് പറയുന്ന ഗ്രാമം. അതിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇതിന്റെ ആദ്യ ഭാഗത്ത് 3-ാമത്തെയോ അധ്യായത്തില് വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ പേരെടുത്ത കഥകളിക്കാരൻ വെള്ളിനേരി നാടുനായർ എന്നത് പലരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പേരോട് കൂടിയിട്ടാണ് വലിയ ചുവന്നാരി വേഷക്കാരനായിരുന്നു. അത് കൂടാതെ അതിനു മുമ്പുള്ള പട്ടിക്കാങ്കൊടി കല്ലുവഞ്ഞി ചിട്ടയുടെ പരമാചാര്യൻ എന്ന് വാഴ്ത്തപ്പെടുന്ന പട്ടിക്കാങ്കൊടി രാവുണ്യമേനോനും അവിടെ ഉണ്ടായിരുന്നു. ആരെങ്ങനെ കുച്ചുനായർ എന്ന് കോട്ടക്കൽ ശിവരാമൻ എന്ന് പറയും. പക്ഷേ അദ്ദേഹം കോട്ടക്കലല്ല, കോട്ടക്കലിനേക്കാൾ അദ്ദേഹത്തിന്റെ ബന്ധം ഇവിടെ കാണുന്ന വാഴകളാണ്. ഈ കല്ലുവഴി ചിട്ട വ്യാപിച്ചു കിടന്നിട്ടുണ്ട് അവിടെയാണ്. അപ്പൊ ഈ കഥകളിയുടെ ഒരു ഈറ്റില്ലമായി കഴിഞ്ഞിരുന്ന
വെള്ളിനേടിയിൽ നിന്ന് ജനിച്ച് അവിടെ മുഴുവൻ കാലവും മുന്നിൽ തന്നെ ജീവിച്ചു എന്നർത്ഥത്തിൽ പറയാൻ വയ്യ. രാമകൃഷ്ണന്റെ അച്ഛന് ജോലി വേറെ അടുത്തായിരുന്നുകൊണ്ട് ആദ്യത്തിൽ ചെറുപ്പകാലം കുറച്ച് വെക്കേഷൻ സമയത്ത് മാത്രം സ്കൂൾ അടച്ചു കഴിയുമ്പോഴേ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് രക്തത്തിൽ, അതുകൊണ്ട് ആ കലയോടുള്ള അഭിനിവേശം, തീവ്രമായിട്ടുള്ള അഭിനിവേശം ജന്മനാ കിട്ടിയിട്ടുള്ളതാണ്. അത് കഥകളി രംഗത്തല്ല അദ്ദേഹം ശോഭിച്ചത് എങ്കിലും അതിന് സാധ്യത ഇല്ലായിരുന്നില്ല. പക്ഷെ